നമ്മുടെ രാജ്യത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന വരൾച്ച, മുരടിപ്പ്, ഭാരക്കുറവ്, അതേപോലെ ശിശുമരണ നിരക്ക് എന്നിവ ആധാരമാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർനാഷണൽ ലോ ഓഫ് പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് കൺസേർഡ് എന്ന സംഘടനയും വെൽത്തുങ്കർ ലൈഫ് എന്ന സംഘടനയും ചേർന്നാണ് ഈ കഴിഞ്ഞ ലോക പട്ടിണി സൂചിക തയ്യാറാക്കിയത്. ആ പട്ടികയിൽ നമ്മുടെ രാജ്യം 105-ാം സ്ഥാനത്താണ് ഇടം പിടിച്ചിരിക്കുന്നത്. ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ 105-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്താനുള്ള കാരണം എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ലോക്സഭയിൽ ചോദിച്ചിരുന്നു. അതിന് കേന്ദ്രമന്ത്രിയുടെ മറുപടിയും മറ്റു വിശദാംശങ്ങളുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. റെഡ് സോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിൽ ദരിദ്രർ കൂടുതലുള്ളത് കൊണ്ടല്ല, പട്ടിണി സൂചിക തയ്യാറാക്കിയ രാജ്യാന്തര സംഘടനകൾ സ്വീകരിച്ച മാനദണ്ഡങ്ങളിലെ പിഴവാണ് കാരണം എന്നാണ് കേന്ദ്രമന്ത്രി നിമൂബെൻ ജയ തിബായ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത്. കുട്ടികളുടെ വരൾച്ച, മുരടിപ്പ്, ഭാരക്കുറവ്, ശിശുമരണ നിരക്ക് എന്നിവയാണ് സംഘടനകൾ ദാരിദ്ര്യത്തിന് മാനദണ്ഡമാക്കിയത്. ഈ മാനദണ്ഡങ്ങൾ കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണെന്നും ഇത് ജനങ്ങളുടെ പൊതുവായ ദാരിദ്ര്യത്തിന് മാനദണ്ഡമാക്കാവുന്നത് അല്ല എന്നുമാണ് മന്ത്രിയുടെ നിഗമനം. എന്നാൽ രാജ്യാന്തര സംഘടനകൾ പ്രസിദ്ധീകരിച്ച സൂചികയിൽ അപാകതയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം കുട്ടികളുമായി ബന്ധപ്പെട്ട മേൽപ്പറഞ്ഞ 3 മാനദണ്ഡങ്ങൾക്ക് പുറമെ പൊതുവായ പോഷകാഹാരക്കുറവ് കൂടി അവരുടെ പഠനത്തിൽ മാനദണ്ഡമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടായിത്തീരുന്ന അനീമിയ രോഗം വളരെ കൂടുതലാണ്. ദേശീയ സർവേ അനുസരിച്ച് സ്ത്രീകളിൽ 57%, പുരുഷന്മാരിൽ 25% അനീമിയ ബാധിതരാണ്. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ സ്റ്റേജിലാണ് എന്നാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. രാജ്യത്ത് BJP ഭരണകൂടം വന്നതിന് ശേഷം ദാരിദ്ര്യം കുറഞ്ഞതായി സർക്കാർ കേന്ദ്രങ്ങൾ അടിക്കടി അവകാശപ്പെടാറുണ്ട്. എന്നാൽ സർക്കാർ ഏജൻസികൾ പുറത്തുവിട്ട കണക്കുകൾ തന്നെ അതിനെ നിരാകരിക്കുന്നുമുണ്ട്. 2019 ദേശീയ സ്ഥിതിവിവര കാര്യാലയം, അതായത് NSO, അവർ പുറത്തുവിട്ട കണക്കനുസരിച്ച് 2011-12 മുതൽ 2016-17 വരെയുള്ള 5 വർഷക്കാലത്തിനുള്ളിൽ 3 കോടി ആളുകൾ കൂടി ദാരിദ്ര്യത്തിലേക്ക് വീഴുകയാണ് ഉണ്ടായത് എന്നാണ്. ഇക്കാലയളവിൽ ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം 26%-ൽ നിന്ന് 30%-ആയി വർദ്ധിച്ചു എന്നാണ് NSOയുടെ കണക്കുകൾ പറയുന്നത്. രാജ്യത്ത് പട്ടിണി വർദ്ധിച്ചത് തന്നെയാണ് ദാരിദ്ര്യ സൂചികയിൽ ഇന്ത്യ താഴെ വരാൻ കാരണമെന്നും മാനദണ്ഡങ്ങളിലെ അപാകതയല്ലെന്നും ഈ പഠനങ്ങൾ എടുത്തു കാണിച്ച് സാമ്പത്തിക വിദഗ്ധനും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസറുമായ ഡോക്ടർ R രാംകുമാർ സമർത്ഥിക്കുന്നുണ്ട്. 1972-ൽ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ കണക്കുകൾ എടുക്കാൻ തുടങ്ങിയ ശേഷം വ്യക്തമായ വർധന ഇത് ആദ്യമാണെന്നും NSO റിപ്പോർട്ട് വായിച്ച് അദ്ദേഹം പറഞ്ഞു. ലോകത്ത് അതിദരിദ്രർ കൂടുതലുള്ള 5 രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുമെന്ന് കഴിഞ്ഞ മാസം 17-ന് ഐക്യരാഷ്ട്രസഭ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കാണാം. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവുമായി സഹകരിച്ച് 112 രാജ്യങ്ങളിൽ നടത്തിയ പഠനത്തിൽ ലോകത്ത് 110 കോടി ജനങ്ങൾ അതിദാരിദ്ര്യത്തിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 23.4 കോടി അതിദരിദ്രരുള്ള ഇന്ത്യയാണ് പട്ടികയിൽ ഒന്നാമതെന്ന് UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാൻ, എത്യോപ്യ, നൈജീരിയ, കോങ്കോ എന്നീ രാജ്യങ്ങളാണ് തൊട്ടുപിറകിലുള്ളത്. ആകെ അതിദരിദ്രതയിൽ 48.1% ഈ 5 രാജ്യങ്ങളിലാണ്. ഇനി രാജ്യാന്തര സംഘടനകളുടെ പഠനം മാറ്റിവെച്ച് ഇന്ത്യൻ ഏജൻസികളുടെ പഠനങ്ങൾ എടുത്താൽ തന്നെയും കാര്യം പന്തിയല്ലെന്ന് ബോധ്യപ്പെടും. സർക്കാർ അനുബന്ധ സ്ഥാപനമായ നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം ഇന്ത്യൻ ജനതയുടെ 25%-മായ 36 കോടി പേര് ദരിദ്രരാണ്. നാഷണൽ സർവേ ഓർഗനൈസേഷൻ്റെ പഠനം ആധാരമാക്കി സ്വതന്ത്ര സാമ്പത്തിക ഗവേഷകനായ S സുബ്രഹ്മണ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ദരിദ്രരായി 35%, ഏതാണ്ട് 50 കോടി ജനങ്ങളുണ്ട് എന്നാണ്. രാജ്യത്തെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും ദരിദ്രരാണെന്നാണ് ഈ 2 റിപ്പോർട്ടുകളും ബോധ്യപ്പെടുത്തുന്നത്. രാജ്യാന്തര ഏജൻസികളുടെ പഠനങ്ങളെ വിമർശിക്കുന്നതിന് പകരം സാമൂഹികക്ഷേമ പദ്ധതികളിൽ ഊന്നിയും വർദ്ധിതമായ തോതിലുള്ള തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചും ഇന്ത്യയെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനുള്ള ശ്രമങ്ങളാണ് ബന്ധപ്പെട്ടവർ നടത്തേണ്ടത്. പെട്രോൾ വില കുതിച്ചുയരുന്നതും പണപ്പെരുപ്പം കൂടുന്നതും സാധാരണക്കാരൻ്റെ ജീവിതത്തെ നന്നായി ബാധിക്കും എന്നതിനാൽ അവയ്ക്കും പരിഹാരം കാണണം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ
അതിപ്രധാനമാണ് സമ്പത്തിൻ്റെ വികേന്ദ്രീകരണത്തിനുള്ള പ്രായോഗിക നടപടികൾ. രാജ്യം സാമ്പത്തിക വളർച്ച നേടുന്നുണ്ടെങ്കിലും അതിൽ ഭൂരിഭാഗവും സമ്പന്നരുടെ കരങ്ങളിലാണ്, അവരുടെ കൈകളിലാണ് കേന്ദ്രീകരിക്കുന്നത്. ബിബേക് ദിബായ് ചെയർമാനായ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിലിൻ്റെ 2022 റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് സാമ്പത്തിക അസമത്വം അതീവ ഗൗരവതരമാണ് എന്നാണ്. സമ്പന്ന വിഭാഗം അടിക്കടി വളരുമ്പോൾ സാധാരണക്കാരൻ്റെ സാമ്പത്തിക നിലവാരം കുത്തനെയിടുകയാണ്. സമ്പന്ന വിഭാഗത്തിന് സർക്കാർ വൻതോതിൽ ഇളവുകൾ നൽകുമ്പോൾ സാധാരണക്കാരനെ ദാരിദ്ര്യരേഖയിൽ നിന്ന് മാറ്റി നിർത്തി അവർക്ക് അർഹതപ്പെട്ട BPL കാർഡ് പോലുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. രാജ്യത്തെ ദാരിദ്ര്യം വർദ്ധിച്ചതിന് മുഖം വികൃതമായതിന് കണ്ണാടി പൊട്ടിക്കുക എന്ന ചൊല്ലിനെയാണ് ദാരിദ്ര്യ സൂചിക തയ്യാറാക്കിയ രാജ്യാന്തര ഏജൻസികളുടെ കണക്കെടുപ്പ് രീതിക്കെതിരെ കേന്ദ്രമന്ത്രി നടത്തിയ വിമർശനം നമ്മയൊക്കെ ഓർമ്മിപ്പിക്കുന്നത്.